ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. പതിവ് പോലെ ഞായറാഴ്ചയിൽ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. കുറച്ചു കാലമായിട്ട് ചോദ്യങ്ങളെ പരിഗണിക്കാൻ കഴിയുന്നില്ല. ചോദ്യങ്ങളുടെ ബാഹുല്യം അതിനൊരു കാരണമാണ്. പ്രത്യേകിച്ചും ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം സംസാരിച്ചു പോരവേ നമുക്ക് സമയം ലഭിക്കാതെ പോയി എന്നുള്ളതും ഒരു കാര്യമാണ്. വീഡിയോയുടെ കീഴെ വരുന്ന കമൻറ്റുകളിൽ ആവശ്യമായുള്ളവയ്ക്ക് മറുപടി പറയുകയാണ് യഥാർത്ഥത്തിൽ കരണീയമായിട്ടുള്ളത്. ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്കതിന് മറുപടി പറയാൻ പറ്റും. വിമർശനങ്ങളെ സംബന്ധിച്ച് ആ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുന്നില്ല. വിമർശിക്കുന്നവരോട് യുദ്ധം ചെയ്ത് യഥാർത്ഥ പോയിന്റിൽ നിന്ന്, ശ്രദ്ധാകേന്ദ്രത്തിൽ നിന്ന് മാറിപ്പോകാനും താല്പര്യമില്ല. അതുകൊണ്ട് വിമർശനങ്ങൾ തുടരട്ടെ. ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെടുന്നവയ്ക്ക് നമുക്ക് മറുപടികൾ പറയാൻ ശ്രമിക്കാം. പ്രത്യേകിച്ചും വാട്സപ്പിൽ നിരവധിയായ ചോദ്യങ്ങൾ അപ്രകാരം കെട്ടിക്കിടപ്പുണ്ട്. അവയ്ക്കുള്ള എല്ലാ മറുപടിയും പറയാനായി സമയം തികയുന്നില്ല. ചില ചോദ്യങ്ങൾ വളരെ ദൈർഘ്യമുള്ള ഉത്തരങ്ങൾ ആവശ്യമുള്ളവയാണ്. അപ്പം അത്തരം കാര്യങ്ങളെ നമുക്ക് വേർതിരിച്ചെടുത്ത് അവയ്ക്ക് മാത്രമായി സെഷൻ ചെയ്തു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇത്തവണ ചോദ്യങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച് കിട്ടാവുന്ന ചോദ്യങ്ങളുടെ സാരാംശമൊക്കെ എടുത്തിട്ട് അതിനുള്ള മറുപടി എന്ന നിലയ്ക്കുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത്. വ്യക്തമായൊരു ചോദ്യം ചോദിച്ച് അതിന് ഉത്തരം പറയുന്ന രീതിയിലേക്കല്ല നമ്മൾ പോകുന്നത്. ചോദ്യങ്ങളെ പൊതുവായിട്ട് കാണുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട സംശയമായി ഉന്നയിക്കപ്പെട്ടത് സഭാപ്രബോധനങ്ങൾ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥമല്ലേ അടിസ്ഥാനമായി മാറേണ്ടത്, സഭാപ്രബോധനങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ഗ്രന്ഥം യഥാർത്ഥത്തിൽ സഭയാൽ നൽകപ്പെട്ട ഒന്നാണ്, സഭയിൽ ഉണ്ടായ ഒന്നാണ്. വിശുദ്ധ ഗ്രന്ഥം തന്നെ സഭയിൽ ഉണ്ടായ ഒന്നായിരിക്കെ സഭയാണ് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത്. നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് വ്യക്തിഗതമായ അഭിപ്രായങ്ങളാണെങ്കിൽ അത് വ്യക്തിഗതമാണെന്ന് വേറെ പറയും. അഥവാ സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളായി സഭയിൽ നിലവിലുള്ള ആധികാരിക രേഖകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ചും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ ബൈബിൾ വ്യാഖ്യാനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ സാന്തോം ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്. ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ എടുത്ത് അവയെ നോക്കിയിട്ട് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ചരിത്രപരതയും അതിന് സാമൂഹികമായ കാഴ്ചപ്പാടും നിലവിലുള്ള ആ കാര്യം പറയാനുണ്ടായ സാഹചര്യമൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ വചനത്തെ കേവലാർത്ഥത്തിലെടുക്കും, അത് വായിക്കുന്നൊരർത്ഥത്തിലെടുക്കും. എന്നിട്ട് നമ്മുടെ യുക്തിക്കനുസരിച്ച് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കും. അപ്രകാരം ചെയ്തുകൂടെന്ന് പത്രോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ സ്വന്തം വ്യാഖ്യാനത്തിനുള്ളതല്ല. നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അടുത്ത് മാർപ്പാപ്പ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, സഭയിൽ ക്രിട്ടിക്കൽ തിങ്കേഴ്സ് വേണം. അങ്ങനെ ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റൂ. ക്രിട്ടിക്കായ മനോഭാവത്തോടെ, വിമർശഭാവത്തോടെ വിശുദ്ധ ഗ്രന്ഥത്തെയും സഭാപ്രബോധനങ്ങളെയും ആധുനിക കാലത്തെയൊക്കെ ചർച്ച ചെയ്യുന്ന മനുഷ്യരുണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് അകക്കാമ്പിലേക്ക് കൂടുതൽ തെളിച്ചെത്തി നമുക്ക് പോകാൻ പറ്റുക. പലപ്പോഴും വാക്യങ്ങളുടെ ഘടനയ്ക്കകത്തും ബാഹ്യതലത്തിലും മാത്രം ഒതുങ്ങുന്നവയായി നമ്മുടെ ചർച്ചകൾ മാറിപ്പോകും. നിങ്ങളിത് അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഒരു കേവലാർത്ഥത്തിൽ ഒരു വചനത്തെ എടുത്ത് നമ്മൾ അനുസരിക്കുന്ന രീതി വരും. യേശു തന്നെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇനിയും വളരെയധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, വിശുദ്ധ യോഹന്നാൻ 16:12, എനിക്ക് ഇനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അത് ഗ്രഹിക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ഇപ്പോഴില്ല. ഞാനത് പറഞ്ഞാൽ ഇപ്പം മനസ്സിലാകില്ല. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സഭയിൽ പരിശുദ്ധാത്മാവ് നിറയുകയും സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും സഭയൊന്നാകെ ദീർഘകാലമായി ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്തതിലൂടെ സഭയ്ക്ക് ആനുകാലിക ലോകത്ത് എങ്ങനെയാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കേണ്ടതെന്ന് ബോധ്യം പരിശുദ്ധാത്മാവിൽ ലഭിച്ചു. അങ്ങനെ ലഭിച്ച കാര്യങ്ങളാണ് സഭാപ്രബോധനങ്ങൾ. അപ്പൊ സഭാപ്രബോധനങ്ങളെ മാനിക്കുന്നില്ല, അല്ലെങ്കിൽ സഭാപ്രബോധനങ്ങൾക്ക് തെറ്റുപറ്റുമെന്ന് വന്നാൽ ക്രിസ്തു പറഞ്ഞ വചനത്തിന് തെറ്റുപറ്റുമെന്ന് അതിനർത്ഥം. സഭയിൽ നൽകപ്പെടുന്ന ആധുനികമായ കാഴ്ചപ്പാടുകൾ അത് ഏതെങ്കിലും ഒരു വീക്ഷണകോണിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടല്ല കാണേണ്ടത്. സഭയിൽ നൽകുന്ന പ്രബോധനങ്ങളാണ്. ആ പ്രബോധനങ്ങൾ എങ്ങനെ വരുന്നതാണ്? അത് ക്രിസ്തു നൽകിയ പ്രബോധനങ്ങളുടെ പൂർണ്ണതയാണ്. വിശുദ്ധ ഗ്രന്ഥം പ്രബോധനങ്ങളുടെ പൂർണ്ണതയായി നമുക്ക് കാണാൻ കഴിയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് യേശുക്രിസ്തുവുണ്ട്, യേശുക്രിസ്തുവാണ് വെളിപാടുകളുടെ പൂർണ്ണത. അതേസമയം തന്നെ നമുക്ക് അന്ന് മനസ്സിലാകാതെ പോയ കാര്യങ്ങൾ തെളിച്ചത്തിൽ നിന്ന് മനസ്സിലാവും. അന്ന് സ്ത്രീകൾക്ക് സഭയിൽ പ്രത്യേകമായ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? സഭയിൽ സ്ത്രീകൾക്ക് കൂടുതൽ സ്ഥാനം വരുന്നു. ഇത്രയും വന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ, ഇനിയും കൂടുതൽ
തെളിച്ചത്തിലേക്ക് വചനം വരുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ സഭ കൂടുതൽ സ്ത്രീ പങ്കാളിത്തമുള്ളതായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാർപ്പാപ്പ ഈ അടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൺസെക്രേറ്റഡ് ലൈഫിന്റെ സെക്രട്ടറിയായി ഒരു വനിതയെ നിയമിക്കേണ്ടായി, ഒരു സന്യാസിനെ നിയമിക്കേണ്ടായി. മുൻകാലങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ സഭയിൽ അംഗീകരിക്കപ്പെട്ടു വരികയാണ്. കാരണം സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യമുണ്ട് സഭയ്ക്കകത്ത് എന്നൊരു ബോധ്യത്തിലേക്ക് വരുന്നത് ആധുനിക കാലത്ത് പരിശുദ്ധാത്മാവിനാൽ സഭ നയിക്കപ്പെടുമ്പോഴാണ്. പണ്ട് ചെയ്തിരുന്ന പ്രവർത്തികളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി തെളിച്ചത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സഭയെ പ്രബോധിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം നൽകുന്ന പ്രബോധനങ്ങളാണ് വാസ്തവത്തിൽ അപ്പോസ്തലിക ലേഖനങ്ങളായി, ചാക്രിക ലേഖനങ്ങളായി, സഭയുടെ ആധികാരിക ഗ്രന്ഥങ്ങളായി നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. ഈ സഭാപ്രബോധനങ്ങളിലൂടെ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് ഈ കാലത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാകും. ആ വിശുദ്ധ ഗ്രന്ഥത്തെ ആധുനിക കാലത്ത് സഭ എപ്രകാരം വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ അവയെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചയോടെ സഭ എങ്ങനെ സംസാരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാകണം. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അപ്പോസ്തലികമായ കാലത്ത് നിലനിന്നിരുന്ന ജീവിത സാഹചര്യങ്ങൾക്കകത്ത് സഭയെ പരിശുദ്ധാത്മാവ് നയിച്ചതാണെങ്കിൽ, ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ ഈ കാലഘട്ടങ്ങൾ കടന്നു പോരുമ്പോൾ സഭ ഓരോ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്, പുതിയതായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലോണിംഗ് വന്നപ്പോഴാണ് ക്ലോണിങ്ങിനെ സംബന്ധിച്ച് സഭയ്ക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. പണ്ട് കാലത്ത് ചിന്തിക്കാതിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ചിന്തിക്കേണ്ടി വരുന്നു. പക്ഷെ അടിസ്ഥാനപരമായി ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് വീക്ഷണം. ക്രിസ്തുവിൽ നിന്ന് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അവനിൽ നിലയുറപ്പിച്ചുകൊണ്ടാണ് സഭ ഓരോ പ്രബോധനങ്ങളും നൽകുന്നത്. ആ പ്രബോധനങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഈ പഴയ കുടുക്കിൽപ്പെട്ടു പോകും, നമ്മൾ മനസ്സിലാകായികയിൽപ്പെട്ടു പോകും. അങ്ങനെ മനസ്സിലാകയിൽപ്പെട്ടു പോകുമ്പോൾ പലപ്പോഴും നിയമം തെറ്റായിട്ട് പ്രയോഗവൽക്കരിച്ച് കാണാൻ നമുക്ക് കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, വ്യഭിചാരം ചെയ്യരുത് കൽപ്പനയാണ്. ഈ കൽപ്പന പാലിക്കരുതെന്ന് ഒരിക്കലും ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല, സഭ ഇന്നോളം പഠിപ്പിച്ചിട്ടില്ല. അത് അടിസ്ഥാന നിയമമാണ്. ഇത് യഹൂദന്റെ നിയമമാണെന്ന് വെച്ചാൽ അല്ല, യഹൂദന്റെ നിയമമല്ല. കാരണം ഈ പറഞ്ഞ യൂദാ വംശമൊക്കെ ഉണ്ടാകുന്നതിന് ശേഷമാണ്. പലപ്പോഴും ഇത് യഹൂദ നിയമമാണെന്ന് ആളുകൾ പറയാറുണ്ട്. നിയമം നൽകപ്പെട്ടത് മനുഷ്യനാണ്, മോശ വഴി നൽകപ്പെട്ടത് മനുഷ്യനാണ്. മോശ യഹൂദനല്ല. യഹൂദനുണ്ടാകുന്ന യൂദ വംശം ഉണ്ടാകുമ്പോഴാണ്. അതായത് അബ്രഹാമിലൂടെ ആരംഭിക്കുന്ന യാത്രയുടെ ഒരു ഘട്ടത്തിലാണ് യഹൂദ മതം എന്നൊരു സങ്കല്പം രൂപപ്പെടുന്നതും കൽപ്പനകളൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, മോശ തന്നെ നൽകിയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്നാണ്. അങ്ങനെ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞ ആ കൽപ്പന അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. അത് സ്നേഹവിരുദ്ധമായ ഒന്നായിട്ടാണ് കാണേണ്ടത്. വ്യഭിചാരം എന്നാൽ ഒരു വ്യതിചലനമാണ്. ദൈവം നൽകുന്ന ജീവിതക്രമത്തിന് വിപരീതമായൊരു ജീവിതം ഉണ്ടാകുക, അല്ലെങ്കിൽ ദൈവേഷ്ടത്തിന് വിപരീതമായി പോകുന്നിടത്തൊക്കെ ഈ വ്യഭിചാരത്തിൻ്റെ അംശം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതൊരു കേവല പ്രവൃത്തിയല്ല, ഒരു മനോഭാവമാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നത്. കണ്ണുകൊണ്ട് ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കുമ്പോൾ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഹൃദയത്തിനകത്ത് സംഭവിക്കുന്ന കാര്യമായിട്ടാണ് വ്യഭിചാരത്തെ ക്രിസ്തു പഠിപ്പിക്കുന്നത്. ഇവിടെ പഴയ നിയമത്തിൽ പറയുകയാണ് വ്യഭിചാരം ചെയ്യരുത്. പഴയ നിയമത്തിൽ എന്ന് വെച്ചാൽ ദൈവം മോശ വഴി മനുഷ്യ സമൂഹത്തിനൊന്നാകെ കൽപ്പന നൽകിയപ്പോൾ, യഹൂദർക്കെന്നല്ല, മനുഷ്യ സമൂഹത്തിനൊന്നാകെ കൽപ്പന നൽകിയപ്പോൾ. പക്ഷെ ഈ കൽപ്പന പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രയോഗവൽക്കരിക്കപ്പെടുമ്പോൾ അത് വ്യത്യസ്തമായി മാറും. ഇപ്പോൾ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാകുന്നതും ആ നിയമങ്ങൾ ചട്ടങ്ങൾ വഴി പ്രയോഗവൽക്കരിക്കപ്പെടുമ്പോഴാണ് ചിലപ്പോൾ അതിന് അന്തസ്സത്തെ നിന്ന് മാറിപ്പോവുക. പല നിയമങ്ങളും, നിലവിലുള്ള നിയമങ്ങൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു പോയിട്ടുണ്ട് ഇന്ത്യയിൽ. ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഒരുപക്ഷെ സാമാന്യജനം അറിയില്ല. ഈ ചട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഭേദഗതി ഈ പറഞ്ഞ നിയമത്തിന്റെ കാതിലിനെ ചിലപ്പോൾ അസാധുവാക്കി കളയും. അങ്ങനെ അസാധുവാക്കി കളയുന്നതിലൂടെ പ്രയോഗവൽക്കരിക്കപ്പെടുമ്പോൾ നിയമം വിപരീത ദിശയിലായിട്ട് മാറും. എങ്ങനെയാണ് ഈ നിയമങ്ങൾക്ക് വ്യതിചലനം ഉണ്ടാകുന്നത്? മോശയ്ക്ക് നൽകപ്പെട്ട കൽപ്പനകൾ അത് പ്രയോഗവൽക്കരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കാം. പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം പറയാണ്, വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ചെയ്യുന്ന കൽപ്പന നൽകപ്പെടുന്നത് സകല മനുഷ്യർക്കുമായിട്ടാണ്. അത് യഹൂദർക്ക് നൽകപ്പെട്ടൊരു കൽപ്പനയായിട്ടല്ല, സകല മനുഷ്യരോടുമായി പറയുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. വ്യഭിചാരം ചെയ്യരുത്. മോശ വഴിയാണ് നിയമം നൽകപ്പെടുന്നത്. വിശുദ്ധജനമായി ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്ത് മോശയിലൂടെ അയക്കുകയാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന യാത്രയിലാണ്. ഇങ്ങനെ മനുഷ്യ സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം എന്താണെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് പറയുന്നത് വ്യഭിചാരം ചെയ്യരുത്. 14-ാം തിരുവചനം. ആ 14-ാം തിരുവചനം പാലിക്കാതിരുന്നാൽ ഈ ചട്ടങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്ന പോലെ നിയമത്തിൽ ഭേദഗതികൾ ഉണ്ടാവുന്നു, കൽപ്പനകൾ വിപുലീകരിക്കപ്പെടുന്നു. അങ്ങനെ വിപുലീകരിക്കപ്പെടുമ്പോൾ നിയമാവർത്തനം 22-21 എത്തുമ്പോൾ ഈ കൽപ്പനയിൽ നിന്ന് ഒരു വ്യതിചലനം നമുക്ക് കാണാൻ പറ്റും. അവിടെ പറയുന്നത്
ഒരു സ്ത്രീ വ്യഭിചാരം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഒരാൾ വ്യഭിചാരിണിയാണെന്ന് തെളിഞ്ഞാൽ, ഒരു സ്ത്രീ വ്യഭിചാരിണിയാണെന്ന് തെളിഞ്ഞാൽ, അവിടെ പുരുഷനല്ല പറയുന്നത്, സ്ത്രീ വ്യഭിചാരിണിയാണെന്ന് തെളിഞ്ഞാൽ അവിടെ അവളുടെ പിതൃഭവനത്തിന്റെ അടുത്ത് കൊണ്ടുപോവുകയും ആ നഗരത്തിലെ പുരുഷന്മാർ ചേർന്ന് കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യണം. അങ്ങനെ തിന്മയെ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയണം. ഇപ്പോൾ പറഞ്ഞത് വ്യഭിചാരത്തിനെതിരായ നിയമത്തെ ഒരു ചട്ടമാക്കി കൽപ്പനയാക്കി മാറ്റുന്നതിലൂടെ വരുന്ന വ്യതിയാനമാണ്. വ്യഭിചാരം ചെയ്യരുത് എന്നത് ഒരു ദൈവിക നിയമമാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ അകലം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. അത് ദൈവത്തോട് നേരിട്ടുള്ളൊരു തിന്മയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഇങ്ങനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ ആ സ്ത്രീയെ പിതൃഭവനത്തിന്റെ അടുത്ത് കൊണ്ടുപോകണം. നഗരത്തിലെ പുരുഷന്മാരെല്ലാം ചേർന്ന് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ ആ തിന്മയെ നീക്കിക്കളയണം. ഒരു തിന്മ കൊണ്ട് നീക്കാമെന്ന അബദ്ധം അതിനകത്തുണ്ട്. ഇത് ദൈവത്താൽ നൽകപ്പെട്ട കൽപ്പനയല്ല. ദൈവത്താൽ നൽകപ്പെട്ട കൽപ്പന വ്യഭിചാരം ചെയ്യരുതെന്നാണ്. ദൈവത്താൽ വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന നൽകപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള കൽപ്പന 13-ാം തിരുവചനത്തിൽ പറയുന്നത് കൊല്ലരുതെന്നാണ്. അപ്പൊ രണ്ടാമത്തെ കൽപ്പന നടപ്പാക്കാൻ ശ്രമിക്കുന്ന ചട്ടത്തിനകത്തൂടെ അതിന് തൊട്ടു മുമ്പുള്ള കൽപ്പനയെ 13-ാം തിരുവചനത്തെ അത് നിഷേധിക്കുന്നു. കൊല്ലരുത് എന്ന കൽപ്പന കൊല്ലാമെന്നായി മാറുന്നു. ചട്ടങ്ങൾക്കകത്ത് ഭേദഗതി വരുത്തുന്നതിലൂടെ യഹൂദ നിയമത്തിന് വന്ന കൈപ്പിഴവ്, നിയമത്തെ അസാധുവാക്കുന്ന രീതിയിൽ കൽപ്പനകളും ചട്ടങ്ങളും ഉണ്ടാക്കി 613 നിയമങ്ങളാക്കി മാറ്റി. നമ്മൾ പലപ്പോഴും പഴയ നിയമത്തെ നമ്മൾ ഫോളോ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള ഒരു കാര്യം, പഴയ നിയമത്തെ മനസ്സിലാക്കരുതെന്നല്ല, പഴയ നിയമത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്നല്ല, പഴയ നിയമത്തെ ധ്യാനിക്കരുതെന്നല്ല. പഴയ നിയമം ചിന്തിക്കുമ്പോൾ ആ ഒരു കാലത്ത് നൽകപ്പെട്ട നിയമമാണ്. അതിനുണ്ടായ വ്യതിചലനങ്ങളെയും വ്യത്യസ്തതകളെല്ലാം നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കോൺട്രഡിക്ടറി ആയിട്ട് അനുഭവപ്പെടും, വൈരുദ്ധ്യമായിട്ട് അനുഭവപ്പെടും. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വൈരുദ്ധ്യമുള്ളതായിട്ട് അനുഭവപ്പെടും. ഇവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ പിതാവിന്റെ ഭവനത്തിന് മുൻപിൽ കൊണ്ടുപോയി നഗരത്തിലെ പുരുഷന്മാർ ചേർന്ന് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുമ്പോൾ വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പനയ്ക്ക് തൊട്ടു മുൻപുള്ള കൽപ്പന കൊല്ലരുത് എന്ന കൽപ്പന ലംഘിക്കപ്പെടുന്നു. അത് കണക്കാക്കപ്പെടുന്നില്ല. അതൊരു വിശുദ്ധ പ്രവൃത്തിയായിട്ട് ധരിക്കുകയാണ്, തിന്മയെ നീക്കാനുള്ള പ്രവൃത്തിയായിട്ട് ധരിക്കുകയാണ്. ഈ ഒരു മനോഭാവം നിലനിർത്തിക്കൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെ തിരുവചനങ്ങളിൽ ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളായി യഹൂദർ യേശുവിന് മുമ്പിൽ കൊണ്ടിരുന്നത്. എങ്ങനെയാണ് ആ കൽപ്പനയെ ക്രിസ്തു അസാധുവാക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടിരുന്നു. സാധാരണഗതിയിൽ ആ നഗരത്തിലെ പുരുഷന്മാർ ചേർന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. യേശുവിന്റെ മുമ്പിലാണ് കൊണ്ടിരുന്നത്. യേശുവിന് മരച്ചുവട്ടിലിരുന്ന് നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടിരുന്നത്? യേശു നിയമവിരുദ്ധനാണ്, കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്നവനാണ്, ദൈവ നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നവനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ അടുത്ത് വന്ന് അനുവാദം ചോദിച്ചിട്ട് കൊല്ലുന്ന പ്രകൃതം എല്ലാവർക്കുള്ളത്. ചെയ്യുന്നതിൻ്റെ കാരണം യേശു മോശയുടെ നിയമത്തെ ലംഘിക്കുന്നയാളാണ്. അതുകൊണ്ട് അവൻ വിജാതിയർക്ക് തുല്യനായൊരുവനായി മാറുന്നു, അല്ലെങ്കിൽ അവൻ ദൈവദൂഷകനായി മാറുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ ഇങ്ങനെ കൊണ്ടിരുന്നത്. ഇങ്ങനെ കൊണ്ടിരുന്ന സമയത്ത് യേശു നിലത്തെഴുതിക്കൊണ്ടിരിക്കുക. നിയമജ്ഞരും പരിസയരും കൂടെ അവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കണം, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, മോശയുടെ നിയമം വഴി ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്, നീ എന്താണ് പറയുന്നത്? യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അനുവാദം ചോദിക്കാൻ വേണ്ടിയല്ല, യേശു കൽപ്പനകൾക്ക് വിരുദ്ധനാണ് എന്ന് കുറ്റം ആരോപിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുന്നത്. അവർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ യേശു നിലത്ത് കുനിഞ്ഞിരുന്ന് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന യേശുവിനോട് അവർ ഈ ചോദ്യം നിരന്തരം ആവർത്തിക്കുക. ഇവനൊന്നൊരു ഉത്തരം കിട്ടണം. ആ ഉത്തരം കൊണ്ട് ഇവനെ വിധിക്കാൻ കഴിയണം. ഇവൻ ദൈവദൂഷകനാണ്, നിയമനിഷേധകനാണ് എന്ന് പറയാൻ കഴിയണം. അതിനുവേണ്ടിയാണ് അവർ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ സഹികെട്ട് ഇങ്ങനെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്ന യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാത്തവൻ ഇവിടെ കല്ലെറിയട്ടെ. അത് കേൾക്കെ യഹൂദർ ഓരോരുത്തരായി പിൻവാങ്ങി എല്ലാവരും അവളെ വിട്ടുപോയി. ഇതാണ് ഈ സംഭവത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ ക്രിസ്തു മോചിപ്പിക്കുന്നു. എങ്ങനെയാണ് ക്രിസ്തു മോചിപ്പിച്ചത്? പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണെന്ന് കേവലത്തിൽ പറയാം. അപ്പോൾ പാപബോധമുള്ളവരായിട്ട് അവരൊക്കെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ സംഭവത്തിനകത്ത് ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ കാര്യങ്ങളെ കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് യഹൂദർ അവളെ കല്ലെറിയാതെ പോയത് എന്ന് നമുക്ക് മനസ്സിലാവും. നിയമജ്ഞനും പരിസയരും എങ്ങനെ കരുതിയിരുന്നവരാണ്? അവർ നിയമം പാലിക്കുന്നവരാണെന്ന് കരുതിയിരുന്നവരാണ്, മെച്ചപ്പെട്ടവരാണെന്ന് കരുതി ജീവിച്ചവരാണ്. അഭിമാനബോധത്തോടെ തങ്ങൾ പാപികളല്ല എന്ന മനോബോധത്തിൽ ചുങ്കം പിരിക്കില്ല, അങ്ങനെ പരസ്യപാപമൊന്നും ചെയ്യാതെ പാപികളല്ലെന്ന നിലയ്ക്ക് നീതീകരിക്കപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു ജനസമൂഹമാണ് ഈ പറഞ്ഞ നിയമജ്ഞരും പരിസയരും. അങ്ങനെയുള്ളവരാണ് ഈ സ്ത്രീയെ കൈവിട്ടു പോകുന്നത്, കല്ലെറിയാതെ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർ പോയത്? യേശു നിലത്ത് ഒരു മോതിരവും ഒരു വളയും ഒരു വടിയും വരച്ചിരുന്നു എന്നാണ്
പാരമ്പര്യങ്ങളിൽ കാണാൻ പറ്റുക. യേശു നിലത്ത് ഒരു മോതിരവും ഒരു വടിയും ഒരു വളയും വരച്ചു വെച്ചു. ഈ ചിത്രവും യേശുവിൻ്റെ വാക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ ചിത്രം ഒരു കാര്യത്തെ ദ്യോതിപ്പിക്കുന്നതാണ്. അത് യൂദായാണ്. യഹൂദരുടെ പിതാവായ ഒരാളായിട്ടാണ് യൂദായെ കാണുന്നത്. യൂദാ വംശമുണ്ട്. അങ്ങനെ യൂദായുടെ വംശത്തിൽപ്പെട്ട യഹൂദർക്ക് ഈ വളയും മോതിരവും വടിയും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകുന്ന കാര്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ യൂദ തൻ്റെ മൂത്ത പുത്രനായ ഏറിന് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നുണ്ട്, താമാർ. ഈ എന്ന് പറയുന്നയാൾ നിയമം പാലിച്ച് ജീവിച്ചിരുന്നയാളല്ല, നിഷേധിയായി ജീവിച്ചിരുന്നയാളാണ്. അങ്ങനെ അയാൾ മരിക്കുന്നു. അയാളെ ദൈവം ശിക്ഷിച്ചതാണ് മരണം എന്നൊക്കെയാണ് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അന്ന് യഹൂദ നിയമത്തിനകത്തുള്ളത് എങ്ങനെയാണ്? മൂത്ത സഹോദരൻ്റെ ഭാര്യ വിധവയായാൽ, മക്കളില്ലാതെയാണ് ഈ സഹോദരൻ മരിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്തയാൾ ഈ വിധവയെ വിവാഹം ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ആൾ ഓനാനെ കൊണ്ട് ഈ വിധവയെ വിവാഹം ചെയ്യിക്കുന്നു. അയാൾ തൻ്റെ സഹോദരൻ്റെ ഭാഗത്തെ വരും. പുത്രനുണ്ടായാൽ അവകാശം സഹോദരൻ്റെ പേരിലായിരിക്കും. അങ്ങനെ വരുമെന്നുള്ളത് കൊണ്ട് അയാൾ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവളുടെ ഉദരത്തിലേക്ക് ബീജം നിക്ഷേപിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അയാൾ പാപം ചെയ്യുന്നു. അങ്ങനെ അയാളും മരിക്കും. അയാളും മരിച്ചു കഴിഞ്ഞപ്പോൾ താമാർ വീണ്ടും വിധവയായി. ഇനിയുള്ളത് ഇളയ പുത്രനായ ഷേലയാണ്. അവൻ വളരെ ചെറുപ്രായമാണ്. യഥാർത്ഥത്തിൽ യൂദായ്ക്ക് അവളെ കൊണ്ട് ഷേലിനെ വിവാഹം ചെയ്യിപ്പിക്കാൻ താല്പര്യമില്ല. അങ്ങനെ അവളുടെ പിതൃഭവനത്തിലേക്ക് അവളെ മടക്കി അയക്കുന്നു. ഇവന് പ്രായമാകട്ടെ, എന്നിട്ട് അവനെക്കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാമെന്ന് പറയും. ഷേലയ്ക്ക് പ്രായമായിട്ടും ഈ പറഞ്ഞ താമാറിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാനുള്ള ലക്ഷണവും യൂദ കാണിക്കുന്നില്ല. അപ്പോൾ താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന്, തിരസ്കരിക്കപ്പെടുകയാണെന്ന് താമാറിന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി. ആ ഇടയ്ക്കാണ് ചെമ്മരിയാടുകളുടെ രോമം കത്തിരിക്കുന്നതിന് വേണ്ടി യൂദ പുറപ്പെടുന്നൊരു കാര്യം താമാർ അറിയുന്നത്. അവൾ തൻ്റെ വിധവാ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് മൂടുപടമൊക്കെ ധരിച്ച് വഴിയിൽ പോയിരുന്നു. അങ്ങനെ അവൾ വേശ്യയാണെന്ന് കരുതി യൂദ അവളെ സമീപിക്കും. അവളെ സമീപിച്ചിട്ട് അവളെ പ്രാപിക്കുന്നതിന് വേണ്ടി അവളുടെ അനുവാദം ചോദിക്കും. അവൾ പറയും, എന്ത് തരും പകരമായിട്ട്? അപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ തരാം എന്ന് പറയും. പക്ഷെ ആട്ടിൻകുട്ടി ഇപ്പോൾ കൈവശമില്ല, ആട്ടിൻകുട്ടിയെ തരാം. അപ്പോൾ അവൾ പറയും, അത് വിരോധമില്ല, പക്ഷേ എനിക്ക് എന്തെങ്കിലും ഉറപ്പ് ലഭിക്കണം. അങ്ങനെ യൂദ തൻ്റെ മുദ്രമോതിരവും വളയും അംശവടിയും അവളെ ഏൽപ്പിക്കും. അയാൾ അങ്ങനെ പ്രാപിച്ചു. അയാൾ പോയ ഉടനെ വാക്ക് പാലിക്കാൻ വേണ്ടി തൻ്റെ വൃത്തിൻ്റെ അടുത്ത് ഒരു ആടിനെയും കൊടുത്തയച്ചു. പക്ഷേ ഈ പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ ഈ സ്ത്രീയെ കാണാനില്ല. അങ്ങനെ അയാൾ തിരിച്ചുപോയി. അപ്പോൾ അവൾ ആരുമാകട്ടെ അത് യൂദ മറക്കുന്നു. ഒരു 3 മാസം കഴിയുമ്പോൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരികയാണ്. അവിടെ യൂദായുണ്ട്. അപ്പം അവിടെ വെച്ച് ഈ സ്ത്രീ പറയുകയാണ്, ഇതങ്ങനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കളയേണ്ട കാര്യമല്ല, പുരുഷനെ എനിക്കറിയാം, പുരുഷനെ എനിക്ക് പറയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അവൾ യൂദായെ വെളിപ്പെടുത്തുകയാണ്. യൂദായെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അംശവടിയും വളയും ഈ പറഞ്ഞ മോതിരവും കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു ചരിത്രം ഈ വംശപരമായിട്ടുണ്ട് എന്ന കാര്യമാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇങ്ങനെ വ്യഭിചാരത്തിൽ ഒരു സ്ത്രീയെ പെടുത്തിയ ഒരാൾ ആണ് നിങ്ങളുടെ പിതാവ്. നിങ്ങൾ ആ വഴിയിൽ നിന്നാണ് വരുന്നത് എന്നാണ് ഈ ചിത്രം വരയ്ക്കുന്നതിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തിയത്. അത് കാണുകയും നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുകയും ചെയ്യുമ്പോൾ തങ്ങൾ ഇങ്ങനെ ഒരു പാപ വഴിയിലാണ് എന്നൊരു കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അവളെ വിട്ടവർ പോകുന്നത്. ഇത് നമുക്ക് നേരിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ പലയിടത്തുനിന്നായി യോജിപ്പിച്ച് കാണേണ്ടി വരും. അപ്പോൾ യേശു എന്താണ് നിലത്ത് വരച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിന് സഭയിൽ വ്യാഖ്യാനങ്ങളുള്ളതിൽ പാഠങ്ങളുള്ളതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് വ്യക്തിപരമായി കണ്ടെത്തലല്ല. അപ്പോൾ ഇപ്രകാരം കണ്ടെത്തലുകളിലൂടെ മാത്രമേ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. ഒന്ന്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞ കർത്താവ് അതിനു മുമ്പ് പറഞ്ഞ കൽപ്പനയാണ് കൊല്ലരുത് എന്നുള്ളത്. ആ കൊല്ലരുത് എന്ന കൽപ്പന വ്യഭിചാരം ചെയ്യുന്നവരെ കൊല്ലാം എന്ന മറ്റൊരു തിരുത്തൽ കൊണ്ട് മാറ്റപ്പെടുന്നു. ഒരു തിന്മയെ നീക്കാൻ വേറൊരു തിന്മ ചെയ്യാമെന്ന് വരുന്നു. തിന്മയ്ക്കെതിരെ തിന്മ ജയിക്കുകയില്ലെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തു പാഠത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത് പഴയ കാലത്തെ പ്രവർത്തികളുടെ പിഴവുകളെ, കൽപ്പനകൾ അനുഷ്ഠിക്കുന്നതിലൂടെ വന്ന പിഴവുകളെ ക്രിസ്തു നീക്കം ചെയ്യുന്നുണ്ട്. കൽപ്പനയുടെ യഥാർത്ഥ സത്തയിലേക്ക്. ഇത് വ്യക്തിപരമായൊരു പ്രശ്നമായി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നമായി, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളുടെ അകൽച്ചയുടെ കാരണമായി തിരിച്ചറിയാനും പഠിപ്പിക്കാനുമാണ് ക്രിസ്തു ശ്രമിക്കുന്നത്. എന്നിട്ട് തന്നെ യേശു യോഹന്നാൻ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ പറയാണ്,
അപ്പോൾ വളരെ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, പക്ഷേ അത് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകില്ല. ആ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പഠിപ്പിക്കും. അവൻ പുതിയ കാര്യങ്ങളല്ല പറയുന്നത്, എന്നിൽ നിന്നെടുത്താണ് അവൻ സംസാരിക്കുന്നത്. എനിക്കുള്ളതെല്ലാം പിതാവിൽ നിന്ന് വരുന്നവയാണ്, അവയാണ് സംസാരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ പാഠം സഭയിലൂടെ തുടരുകയാണ്. അത് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലൂടെ വരുന്നുണ്ട്. സുവിശേഷത്തിന് ശേഷം ലേഖനങ്ങളിലൂടെ ആ സുവിശേഷത്തെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. വീണ്ടും തുടർന്ന് ഓരോ കാലഘട്ടത്തിലും പ്രബോധനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ കാലഘട്ടങ്ങളിൽ പ്രബോധനങ്ങൾ സഭയിൽ ഉണ്ടാകുമ്പോൾ അവയെ സ്വീകരിച്ച് അവയിലൂടെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ മാത്രമേ തെളിച്ചത്തോടെ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയൂ. അതുകൊണ്ട് സഭാപ്രബോധനങ്ങളെ നിരസിക്കാൻ നമുക്ക് സാധ്യമല്ല. വിശുദ്ധ ഗ്രന്ഥത്തെ വായിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെട്ട സാഹചര്യങ്ങളെയും ചരിത്രപരതയെയും അതിലൂടെ പറയാൻ ഉദ്ദേശിച്ച കോണ്ടെക്സ്റ്റിനെയും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇവയൊക്കെ സമഗ്രതയിൽ നമുക്ക് കാണാൻ പറ്റണം. ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് അടർത്തിയെടുത്ത് സംസാരിക്കുമ്പോൾ പെശക് പറ്റും. ഒരു കാലത്ത് സഭയ്ക്കകത്ത് സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ എപ്പോഴും സഭയിൽ പ്രസംഗിക്കാൻ കഴിവില്ലാത്തവരായി മാറ്റി നിർത്തപ്പെട്ടവരായൊക്കെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. സ്ത്രീകൾ അവർ വീട്ടിലടങ്ങിയിരിക്കട്ടെ, അവർ പൊതുവേദിയിൽ പ്രസംഗിക്കേണ്ട. ഇന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കാലഘട്ടത്തിനനുസരിച്ച് ലോകക്രമത്തിനകത്ത് മാറ്റങ്ങളുണ്ടായി. ആ പരിവർത്തനോന്മുഖമായ സഭയിൽ പരിശുദ്ധാത്മ പ്രേരിതമായി സമൂഹിക കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. അങ്ങനെയാണ് ഒരു സന്യാസിനി ഒരു ഔദ്യോഗിക പദവിയിലേക്ക് വരുന്നത്, ഒരു സ്ഥാനപതിയായിട്ട് വരുന്നത്. ഇത് സഭയിലുണ്ടായിരുന്ന കാര്യമല്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ കാലികമായി നൽകപ്പെടുമ്പോൾ സഭ കൂടുതൽ വെളിച്ചത്തിലേക്ക് വരുന്നു. മാർപ്പാപ്പ ഒരു ക്രിട്ടിക്കൽ തിങ്കറിന്റെ ആവശ്യം സഭയ്ക്കകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അതൊന്ന് പൊതുസമൂഹം തന്നെ അംഗീകരിക്കണം. അത് വലിയ വിപ്ലവാത്മകമായൊരു കാര്യമാണ്. ഒന്നിനെയും വിമർശിച്ചുകൂടാ എന്ന് പറഞ്ഞിരുന്നൊരു മതസ്വഭാവത്തെ ചെറുത്തുകൊണ്ട് മാർപ്പാപ്പ സ്വതന്ത്രമായൊരു വേദിയാക്കി സഭയെ മാറ്റുന്നു. എല്ലാവരുടേതുമാണ് സഭ. എല്ലാവർക്കും പങ്കുചേരാവുന്ന, സംവദിക്കാവുന്ന, വിമർശമായി ചിന്തിക്കാവുന്ന ഒരിടമായിട്ട് സഭയെ കാണുന്നു. അത് പുരോഗമനപരമായ ഒരു കാര്യമായിട്ട് മാത്രമല്ല, സഭയുടെ നിരന്തര നവീകരണത്തിന്റെയും പരിശുദ്ധാത്മ പ്രേരണയുടെയും ഭാഗമായിട്ട് കൂടി നമുക്ക് കാണാൻ പറ്റണം. ഒരു സഹോദരൻ ചോദിച്ച ചോദ്യം ഇതാണ്: 1 പത്രോസ് 3:1 മുതലുള്ള തിരുവചനങ്ങളിൽ ഭാര്യമാർ എപ്പോഴും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം എന്ന് പത്രോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പൗലോസ്ലീഹയും സമാനമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വിവാഹബന്ധത്തെ പറ്റി പറയുമ്പോൾ. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ വെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഈ വിധേയത്വം വേണ്ടേ എന്ന് ചോദിക്കാം. ഒരു വാദത്തിന് വേണ്ടി അതങ്ങ് അംഗീകരിക്കാം. സ്ത്രീകൾ അങ്ങനെ വിധേയപ്പെട്ട് ജീവിക്കണം. ഞാൻ സ്ത്രീകൾ വിധേയപ്പെട്ട് ജീവിക്കണമെന്ന അഭിപ്രായത്തിലുള്ള ആളല്ല. അതെൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ്. അത് നിങ്ങൾ അംഗീകരിക്കണമെന്നൊരു നിർബന്ധം എനിക്കില്ല. സ്ത്രീകൾക്ക് തുല്യ പദവിയുണ്ടെന്നും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണെന്നും അത് ഫെമിനിസം ഒന്നുമല്ല. സ്ത്രീ പുരുഷ ഭേദം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു കാഴ്ചപ്പാട് മാത്രമാണെന്നും എല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ബലിവേദിയുടെ മുൻപിൽ സ്ത്രീകൾക്ക് നിൽക്കാം, ഇപ്പുറത്ത് നിന്നാൽ കുഴപ്പമാകുമെന്ന് പറയുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്ന പിഴവെന്താന്ന് നോക്കിയേ. തുല്യ പങ്കാളിത്തം ഇല്ലാണ്ടായി പോകും. സ്ത്രീകളുടെ ശാരീരിക ക്ഷമതയാണ് ഇപ്രകാരം പറയാൻ കാരണമെന്നൊക്കെ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം സ്ത്രീകൾക്ക് ശാരീരികമായി ക്ഷമതയുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. കാലക്രമത്തിലാണ്, ഈ എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾ അടുക്കളക്കാരികളായി മാറി, കുടുംബസ്ഥകളായി മാറി, പുറത്തിറങ്ങാതെയായി, ജോലി ചെയ്യാതെ ആയപ്പോഴാണ് അവരുടെ മസിലുകളൊക്കെ മൃദുലമായി പോയതും അവർക്ക് ശക്തി ക്ഷയിച്ചു പോയതും. അതിനു മുമ്പ് ഇത്തരത്തിലൊന്നും ആയിരുന്നില്ല. വേട്ടയാടിയൊക്കെ ജീവിക്കുന്ന കാലത്ത് സ്ത്രീയും പുരുഷനും ഒക്കെ ഒന്നിച്ച് അധ്വാനിച്ച് ജീവിച്ചിരുന്ന കാലമുണ്ട്. ഇപ്പൊ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും. അവർ ദീർഘദൂരം യാത്ര ചെയ്തിരുന്നു, കഷ്ടതകൾ സഹിച്ചിരുന്നു. അന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്ത്രീകൾ ക്രമേണ അടുക്കളയിലേക്ക് ഒതുക്കപ്പെടുകയും കുടുംബിനിയായി മാറുകയും ചെയ്ത സമയത്താണ് ഭർത്താക്കന്മാർ വീട്ടുതമ്പ്രാക്കന്മാരായിട്ട് മാറിയത്. വാസ്തവത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ഭേദവും ദൈവം കൽപ്പിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല. ഭാര്യയിൽ നിന്ന് എടുത്തു എന്നുള്ളത് കൊണ്ട് സ്ത്രീയെ എന്തെങ്കിലും ഇകഴ്ത്തിയിട്ടല്ല, ഒരു ഭാഗം എടുത്തെന്നർത്ഥത്തിലാണ് അത് ഗ്രീക്ക് ബൈബിൾ പറയുന്നത്. ഒരു ഭാഗമെടുത്ത് സ്ത്രീയെ അവിടെ നിർമ്മിച്ചു. അത് എന്തിനു വേണ്ടിയാണ്? ഈ മനുഷ്യത്വം അനുഭവപ്പെടാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ കീഴായിട്ടിരിക്കാൻ വേണ്ടിയല്ല. മനുഷ്യത്വം അനുഭവപ്പെടണമെങ്കിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല. മനുഷ്യൻ എന്നത് പുരുഷനോ സ്ത്രീയോ അല്ല, മനുഷ്യനാണ്. ഓരോ ആത്മാവും ദൈവത്തിന്റെ ആത്മാവാണ്. ആത്മാവിന് പ്രത്യേകതയൊന്നുമില്ല. അത് പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും അങ്ങനെ വിവേചനമില്ല. ക്രിസ്തുവിൽ ഒന്നായിത്തീരുമ്പോഴാണ് മനുഷ്യത്വം പൂർണ്ണത പ്രാപിക്കുന്നത്. ആ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടിയുള്ള ഇടമാണ് ദാമ്പത്യം. സ്ത്രീ പുരുഷനെ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വീകരിക്കുന്നു, ക്രിസ്തുവിന് പകരമായിട്ട് സ്വീകരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വിവാഹം നടക്കുന്നത് ക്രിസ്തുവുമായിട്ടാണ്.
അതിന് ഉപാധിയായിട്ട് കാണപ്പെടുന്നയാളായിട്ട് പുരുഷനെ സ്വീകരിക്കുന്നു. നേരെ തിരിച്ച് സ്ത്രീയെ സ്വീകരിക്കുമ്പോഴും പുരുഷൻ ഭാര്യയെ സ്വീകരിക്കുന്നത് ക്രിസ്തുവിന് പകരമായിട്ടാണ്, ക്രിസ്തുവിലാണ് സ്വീകരിക്കുന്നത്. അവിടെ മനുഷ്യൻ പരിപൂർണനാകുന്നത് ക്രിസ്തുവിലാണ് എന്ന കാര്യമാണ് വെളിപ്പെടുന്നത്. ആ പരിപൂർണത ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടി നൽകുന്ന ബന്ധമായിട്ടാണ് ഞാൻ ദാമ്പത്യത്തെ കാണുന്നത്. അത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, തർക്കം ഉണ്ടാകാം. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് വാദിക്കാനോ വിമർശിക്കാനോ ഒന്നുമില്ല. ഇത് എൻ്റെ ഒരു ബോധ്യമാണ്. ഇത് ഞാൻ സഭയിൽ കണ്ടതാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടതാണ്. മനുഷ്യ വിവേചനത്തിന് എല്ലാം എതിരായിട്ടാണ് ക്രിസ്തു സംസാരിക്കുന്നത്. അവിടുന്ന് അമ്മയായി മറിയത്തെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യത്വത്തിന്റെ മഹനീയ മാതൃകയായിട്ടാണ് സ്ത്രീയെ ഉയർത്തുന്നത്. അതുകൊണ്ട് സ്ത്രീയെ തുല്യ പരിഗണനയിൽ എന്ന് നമ്മളൊരു കൽപ്പിച്ചു കൊടുക്കുന്ന പരിഗണനയിലല്ല, സ്ത്രീക്ക് ദൈവസന്നിധിയിൽ ഈ പരിഗണനയുണ്ട്. അവൾ പരിപൂർണതാ മാർഗത്തിൽ പുരുഷനോടൊപ്പം തുല്യ പങ്കാളിത്തമാണ് വഹിക്കുന്നത് എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. 1 പത്രോസ് 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലാണല്ലോ സ്ത്രീകളെ കുറിച്ച് ഇപ്രകാരം പറയുന്നത്. അങ്ങനെ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് മുഖവിലക്കെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചാൽ നമുക്കത് അംഗീകരിക്കാം. അങ്ങനെ ആകട്ടെ, അങ്ങനെ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിച്ചാൽ 1 പത്രോസ് 2:13 നമ്മൾ അംഗീകരിക്കണം. അവിടെ എന്താ പറയുന്നത്? അവിടെ രാജാധികാരത്തെ അംഗീകരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം അന്ന് രാജാധികാരമാണ് നിലവിലുണ്ടായിരുന്നത്. അന്ന് ജനാധിപത്യ ക്രമം വന്നിട്ടില്ല. അപ്പൊ ജനാധിപത്യ ക്രമത്തിനകത്ത് എങ്ങനെ പെരുമാറണമെന്ന് അന്ന് പത്രോസിലേക്ക് പറയാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് വീണ്ടും പ്രവർത്തിക്കും, ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും, ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കും. അപ്പൊ അത് പറയുന്നത് ഇന്ന് സഭയ്ക്ക് അത് പറയാൻ കഴിയും, ആധുനിക സഭയ്ക്ക് അത് പറയാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ തിരുവചനത്തെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ വെളിപ്പെടുത്തും, കൂടുതൽ തെളിച്ചമുള്ളവയാക്കി മാറ്റും. അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം സഭയ്ക്കാണുള്ളത്. അപ്പോൾ സ്ത്രീ പുരുഷന് വിധേയായിരിക്കണം എന്ന അതൊരു കൽപ്പനയായിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്, അത് സുവിശേഷത്തിന്റെ പ്രബോധനമായിട്ടാണ്. സുവിശേഷത്തെ ആ കാലഘട്ടത്തിനനുസരിച്ച് പ്രബോധിപ്പിച്ചതായിട്ടാണ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈ രാജാധികാരത്തിന് വിധേയപ്പെടേണ്ടി വരും. 1 പത്രോസ് 2:13 പറയാണ്, ഉന്നതാധികാരിയായ രാജാവോ ദുഷ്കർമ്മികളെ ശിക്ഷിക്കാനും സൽക്കർമ്മികളെ പ്രശംസിക്കാനുമായി രാജാവിനാൽ ഐക്യപ്പെടുന്ന പ്രാദേശിക അധികാരിയോ ആര് തന്നെയായാലും നിങ്ങൾ മാനുഷികമായ എല്ലാ അധികാരങ്ങൾക്കും വിധേയപ്പെടണം. ഈ മാനുഷിക അധികാരങ്ങൾ അക്രമാസക്തമായി നമ്മെ അടിച്ചമർത്തുന്ന നമുക്ക് കാണാൻ കഴിയും. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ മതരാഷ്ട്ര സങ്കല്പത്തിനനുസരിച്ച് ഇന്ത്യയെ മാറ്റി തീർക്കാനായി നടക്കുന്ന ശ്രമങ്ങളെ നമുക്ക് എതിർക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസവും മധ്യപ്രദേശിൽ അതിക്രൂരമായ ക്രൈസ്തവ പീഡനം നടക്കുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ നടക്കുന്നുണ്ട്. പീഡനങ്ങൾ നിരവധിയായിട്ട് അരങ്ങേറുകയാണ്. അങ്ങനെ പീഡനങ്ങൾ നടക്കുമ്പോൾ ആ പീഡനങ്ങൾക്കെതിരായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഭരണാധികാരികൾ പറയുന്ന അംഗീകരിക്കണം. അടിയന്തരാവസ്ഥ എതിർക്കാൻ കഴിയില്ല. അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണ്. ചോദ്യം ചെയ്താൽ കഴുത്തിറക്കുന്ന നിലവരെയാണ്. പാട്ട് പാടാൻ പാടില്ല. വേടൻ പാടുമ്പോൾ ആ പാട്ട് അവൻ പാടേണ്ടതല്ല, പുലയൻ പാടേണ്ടത് ഏത് പാട്ടാണെന്ന് നിശ്ചയിക്കുന്ന ആളുകൾ. സൂംബോ ഡാൻസ് കളിക്കാൻ പാടില്ല സ്കൂളിൽ, അത് തങ്ങൾക്ക് പറ്റിയതല്ല എന്ന് പറയുന്ന ആളുകൾ. ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ വരുന്നു. എന്ത് ഭക്ഷിക്കണം, ഭക്ഷണത്തെക്കുറിച്ച് തീരുമാനം വരുന്നു. ഇങ്ങനെ ഭക്ഷിച്ചുകൂടാ, ഇങ്ങനെ എന്ത് ഭക്ഷിക്കണം, എന്ത് ഡാൻസ് കളിക്കണം, പാട്ട് പാടാമോ, എന്ത് പാടണം എന്നൊക്കെ മറ്റുള്ളവർ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് സ്വേച്ഛാധികാരങ്ങൾ കടന്നു കയറുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ വകുപ്പില്ല. കാരണം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഉന്നതാധികാരിയായ രാജാവോ ദുഷ്കർമ്മികളെ നിയന്ത്രിക്കാനായിട്ട്, ശിക്ഷിക്കാനായിട്ട്, സൽക്കർമ്മികളെ പ്രശംസിക്കാനായിട്ടും രാജാവിനാൽ ഐക്യപ്പെടുന്ന പ്രാദേശിക അധികാരികളെയോ നിങ്ങൾ എതിർക്കരുത്. എല്ലാ മാനുഷികാധികാരങ്ങൾക്കും വിധേയരായിരിക്കണം. അങ്ങനെ വിധേയരായിരിക്കാൻ ആധുനിക ലോകത്തിന് സാധിക്കുമോ? വിധേയത്വം ദൈവത്തിനോട് മാത്രമായിരിക്കണം എന്നൊരു കാര്യത്തിലാണ് നമ്മൾ ഊന്നേണ്ടത്. മാനുഷികാധികാരങ്ങൾക്ക് വിധേയപ്പെട്ടല്ല, ഒരു മനുഷ്യനും മറ്റു മനുഷ്യനും വിധേയപ്പെടുകയല്ല, ദൈവത്തിന് വിധേയപ്പെടുകയും ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുകയും സ്വയം സമർപ്പിക്കുന്നവരായി മാറുകയും ചെയ്യണം എന്നാണ് ആധുനികമായ വീക്ഷണം. ആ വീക്ഷണത്തിൽ നിലനിന്നാൽ ഒരിക്കലും അത് ഡിവോഴ്സിലേക്ക് പോകില്ല. കർത്താവിന് പ്രതി അവരതിനു വേണ്ടി തന്നെ സമർപ്പിക്കുന്ന ജീവിതമാണ് പങ്കാളിമാർ നയിക്കുന്നതെങ്കിൽ, അവരനെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്ന മനോഭാവമാണുള്ളതെങ്കിൽ, അവരെന്റെ പിഴവുകളെ അംഗീകരിക്കാനും സ്വീകരിക്കാനും അവന് വേണ്ടി പകരം നിൽക്കാനും കഴിവുള്ളവരായി പങ്കാളിമാർ മാറും. ആധുനിക കാലത്ത് തിരുസഭ സഭാപ്രബോധനങ്ങളിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സഭയ്ക്ക് തന്നെയുള്ള ആചാരങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ സഭ അത് അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത് വിമർശകർ വേണം സഭയ്ക്കകത്ത്, ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കണം. എപ്പോഴും സഭയ്ക്കകത്തൊരു ക്രിട്ടിക്കൽ ഇൻസൈഡർ ഉണ്ട്, എന്നും ഉണ്ടായിട്ടുണ്ട്.
മിസ്റ്റർ ഫ്രാൻസിസ് ഈസ് ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറാണ്. സഭയ്ക്കകത്ത് അധികാരവും സമ്പത്തും കുമിഞ്ഞുകൂടിയ നാളുകളിൽ റോമിന്റെ തെരുവുകളിലൂടെ സ്ത്രീകൾക്ക് നടക്കാൻ കഴിയാത്ത വിധം സഭ അധപ്പതിച്ചൊരു നാളിൽ ദാരിദ്ര്യം പ്രഘോഷിക്കാനായിട്ട് ഫ്രാൻസിസ് ഇറങ്ങി വരുന്നു. ആ ഫ്രാൻസിസ് ആദ്യം അംഗീകരിക്കാത്ത സഭ പിന്നീട് അംഗീകരിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ദാരിദ്ര്യം പ്രഘോഷിക്കുന്നുണ്ട്. ദാരിദ്ര്യം പ്രഘോഷിച്ചുകൊണ്ട് സമ്പന്നതയുടെ ഈ പേക്കത്തിൽ നിന്ന് സഭയെ വിമോചിപ്പിക്കാൻ ഫ്രാൻസിസിനാകുന്നുണ്ട്. സഭയിൽ ഒന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്രകാരം വിമർശബോധത്തോടെ സഭയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ. നമ്മൾ പലപ്പോഴും വിമതരെന്ന് പറഞ്ഞ ആളുകൾ അടച്ചാക്ഷേപിക്കുകയാണ്. വിമതർ എന്ന വാക്ക് യഥാർത്ഥത്തിൽ അഭിമാനാർഹമായ വാക്കാണ് കേട്ടോ, മോശപ്പെട്ട വാക്കല്ല. മതത്തിനെതിരായി ചിന്തിക്കുന്നവർ, മതത്തോട് ഭിന്നാഭിപ്രായമുള്ളവർ, അതാണ് വിമതർ. ഒരു മതമായി മാറാൻ സഭ എപ്പോഴൊക്കെ തുനിയുന്നുണ്ടോ അവിടെ ഈ വിമതൻ ഉടലെടുക്കണം. അങ്ങനെ സഭയുടെ ഒരു മതപരമായ സംഘാതമായ രൂപീകരണത്തെ അത് നിരന്തരം ചെറുത്തുകൊണ്ടിരിക്കണം. മതം തകരണം, സഭ വളരണം. മതമെന്ന് പറയുന്നത് ഒരു ദുശാഠ്യമാണ്. യഹൂദ മതപാരമ്പര്യം ദൈവത്തിന്റെ കൽപ്പനയെ ഇങ്ങനെ പരസ്പര നിഷേധങ്ങളും വൈരുദ്ധ്യങ്ങളുള്ളതാക്കി മാറ്റുകയും ജനങ്ങളുടെ മേൽ ഭാരമായി മാറുകയും ചെയ്ത സമയത്ത് പ്രവാചകന്മാർ വന്നിട്ട് ഈ നിയമത്തെ മുഴുവൻ എതിർക്കുകയാണ്. ഈ കൽപ്പനകളെ, യഹൂദരുടെ ആചാര രീതികളെ, അനുഷ്ഠാനങ്ങളെല്ലാം എതിർക്കുകയാണ്. എന്നിട്ട് നിയമത്തിന്റെ അന്തസ്ഥയായ കാരുണ്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നിങ്ങൾ പോകണമെന്ന് പറയുകയാണ്. യേശു ഭൂമിയിൽ വന്നിട്ട് സ്ഥാപിച്ചതും ഈ കാരുണ്യത്തെയാണ്, സ്നേഹത്തെയാണ്. അപ്പൊ അതുകൊണ്ട് സഭാപ്രബോധനങ്ങളിൽ നമുക്ക് ഇത് കാണാൻ പറ്റണം. സഭ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ തെളിച്ചത്തോടെ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്നു, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സഭാപ്രബോധനങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെതായിട്ട് മാറുന്നില്ല. ആണധികാരത്തിന്റെ ലോകം അവസാനിക്കുകയും മനുഷ്യ സമത്വത്തിന്റെ ലോകം ആവിർഭാവം ചെയ്യുകയും ചെയ്യണമെന്ന് സഭ ഇന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളെ ലംഘിക്കുമ്പോൾ നമ്മൾ എല്ലാം കെട്ടുപോയെന്നല്ല കരുതേണ്ടത്. സഭ വളരുകയാണ്, സഭ നിരന്തരമായ പ്രയാണത്തിലാണ്, തീർത്ഥാടകയാണ് സഭ. സഭ നിരന്തരം വളർച്ചയിലാണ്. സഭാ പ്രബോധനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് കൂടുതൽ തെളിമയോടെ നമുക്ക് പകർന്നു നൽകും. അപ്പോസ്തല പ്രബോധനങ്ങളിലൂടെ അവ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യാണ് വേണ്ടത്. അപ്പൊ പഴയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ശത്രുതയുടെ, പരസ്പര വിദ്വേഷത്തിന്റെ നിരവധിയായ കാര്യങ്ങൾ നമുക്ക് സഭാചരിത്രത്തിൽ കാണാൻ പറ്റും. അന്യസമുദായ വിദ്വേഷത്തെ അപരദ്വേഷത്തിന്റെ മാതൃകയായി സഭ മാറിപ്പോയ കാലഘട്ടങ്ങളുണ്ട്. സമ്പത്തിന്റെ കൊടുമുടിയിൽ എത്തപ്പെട്ട കാലമുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് നിരന്തരമായ നവീകരണം ആവശ്യമുണ്ട്. ആ നിരന്തരമായ നവീകരണത്തിലൂടെയാണ് സഭ നിലനിൽക്കുന്നത്. 2000 വർഷമായി സഭ നിലനിന്നു എന്ന് പറഞ്ഞാൽ അത് കേവലം റിജിഡായൊരു നിലനിൽപ്പല്ല, ഒരു വളർച്ചയിലൂടെയാണ്. ആചാരങ്ങളിൽ ലംഘനം നടത്തിയിട്ടാണ്, ആചാരങ്ങളെ മാറ്റിക്കൊണ്ടാണ്, നിലനിന്നവയെ മാറ്റി പുതിയവ സ്ഥാപിച്ചുകൊണ്ടാണ്, പരിവർത്തിപ്പിച്ചുകൊണ്ടാണ്, നവീകരിച്ചുകൊണ്ടാണ്. നവീകരിക്കപ്പെടാതെ സഭയ്ക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് സഭയിൽ വിരുദ്ധ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു, എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമായി കരുതരുത്. പക്ഷെ സഭാപ്രബോധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സഭാപ്രബോധനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ ആധുനിക കാലത്തെ ജീവിത സമസ്യകൾക്ക് എങ്ങനെ ഉത്തരമാകാം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ പഠനം നൽകുന്നവയാണ്. 1 പത്രോസ് 3:1 മുതലുള്ള തിരുവചനങ്ങളിൽ സ്ത്രീ പുരുഷന് വിധേയപ്പെടണമെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നമുക്കത് കാണാൻ പറ്റണം. സ്ത്രീയോ പുരുഷനോ ആകട്ടെ ദൈവത്തിന് വിധേയരാകണം. ദൈവത്തിന് വിധേയരാകുമ്പോൾ പരസ്പരം അംഗീകരിക്കുന്നവരായും സ്നേഹിക്കുന്നവരായും സ്വീകരിക്കുന്നവരായും മാറാൻ നമുക്ക് പറ്റും. ദൈവത്തെ പ്രതി പങ്കാളിയെ സ്വീകരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ പങ്കാളിയുടെ കുറവുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ആ കുറവുകളെക്കാൾ ഉപരിയായി അയാളെ സ്വീകരിക്കാനുള്ള മനോഭാവം ഉണ്ടാകും, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന മനോഭാവം ഉണ്ടാകും. അവിടെയാണ് ദാമ്പത്യം കൂടുതൽ ശ്രേഷ്ഠമായിട്ട് മാറുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെന്റെ വിചാരമാണ്. ഈ പറഞ്ഞത് സഭ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതിൽ എൻ്റെ വിചാരമാണ്. ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അവരനെ വിധേയപ്പെടുത്തുന്നതും കീഴ്പ്പെടുത്തുന്നതും എപ്പോഴും അടിമപ്പെടുത്തുന്നതും നിശ്ചയമായിട്ടും അയാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്. അത് ദൈവിക നന്മയിൽ ഉൾപ്പെടാത്ത കാര്യമാണ്. ദൈവം നമ്മെ അയച്ചിട്ടുള്ളത് അവരെ ശുശ്രൂഷിക്കാനാണ്. പങ്കാളി പുരുഷനായിരിക്കെ പുരുഷൻ സ്ത്രീയെ ശുശ്രൂഷിക്കുന്നവനായി മാറണം, സ്ത്രീ പുരുഷനെ ശുശ്രൂഷിക്കുന്നവരായി മാറണം. പരസ്പരം ശുശ്രൂഷയുടെ മനോഭാവത്തോടെ പാരസ്പര്യത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിശ്ചയമായിട്ടും അവരുടെ കുറവുകൾ അംഗീകരിക്കുന്നവരായി ജീവിക്കാൻ കഴിയും. അപ്പോൾ തിരുത്തലിൻ്റെ ആവശ്യം വരില്ല. ഇനി പത്രോസിൽ ഇത് പറയുന്നൊരു പ്രത്യേക സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. അന്ന് വിജാതീയന ആളുകളുമായി ക്രൈസ്തവർ ബന്ധത്തിലായിരുന്നൊരു കാലമാണ്. അതുകൊണ്ട് വിശ്വാസിയല്ലാത്ത ഭർത്താവിന് സ്നേഹം മുഖേന ഭാര്യ സ്വീകരിക്കണം. തർക്കിച്ചുകൊണ്ടാകരുത്, എതിർത്തുകൊണ്ടാകരുതെന്ന് പറയാൻ വേണ്ടി കൂടിയാണ് പത്രോസ്ലീഹ അത് പറയുന്നത്. ഇനി പൗലോസ്ലീഹയായിട്ട്
1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ ഈ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച്, ദാമ്പത്യ കടമയെക്കുറിച്ച് പറയുന്നത് സഭയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണെന്ന് സ്ലീഹയോട് പ്രത്യേകം പറയുന്നുണ്ട്. സഭയെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. സഭയും ക്രിസ്തുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഉദാഹരിക്കാൻ വേണ്ടിയാണ് അവിടെ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. ക്രിസ്തുവും സഭയുമായുള്ള ബന്ധം എങ്ങനെയാണ്? സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നു. എങ്ങനെ വിധേയായിരിക്കുന്നു? അവൻ തന്നെ ജീവനർപ്പിച്ച് സഭയ്ക്ക് വേണ്ടി ആയിത്തീർന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നാം ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത്? അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നതിനാണ്. അധികാരം പ്രയോഗിച്ചിട്ടല്ല. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, രക്തം ചിന്തി. അവന്റെ സ്നേഹത്തിന് പ്രതിസ്നേഹം അർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബാധ്യത നമുക്കുണ്ടാകുന്നത്, വിധേയത്വം നമുക്കുണ്ടാകുന്നത് അവന്റെ മരണം നൽകുന്ന സൗജന്യമായ രക്ഷയിലുള്ള നമ്മുടെ ആശ്രയത്വമാണ്. അതുകൊണ്ട് ഈ പുരുഷൻ സ്ത്രീയുടെ മേൽ ആധിപത്യം പുലർത്തുകയല്ല വേണ്ടത്, സ്ത്രീയെ ശുശ്രൂഷിക്കുകയും ദൈവിക ദാനമായി തിരിച്ചറിയുകയും ഞാനല്ലാത്ത എൻ്റെ ഭാഗമാണ് അവരെന്ന ബോധ്യത്തോടെ അവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് പാരസ്പര്യമുള്ള ബന്ധം ഉണ്ടാകുക, ദൃഢമായി തീരുക. അപ്പൊ സഭ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് ക്രിസ്തു സ്വയം സമർപ്പിച്ചത് കൊണ്ടാണ്. പുരുഷൻ സ്ത്രീക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവനായി മാറുമ്പോൾ, അവൾക്ക് പകരം നിൽക്കുന്നവനായി മാറുമ്പോൾ, അവളുടെ കുറവുകൾക്ക് പരിഹാരം ചെയ്യുന്നവനായി മാറുമ്പോൾ അവനെ കൈവിടാനായിട്ട് സ്ത്രീക്ക് സാധ്യമല്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് വിധേയത്വം എന്ന് പറയുന്നത് ഒരു പെട്രിയാർക്കലായ കമ്മ്യൂണിറ്റിയുടെ പഴയ ഭാവത്തിലല്ല നമ്മൾ കാണേണ്ടത്. ആധുനിക സമൂഹത്തിനകത്ത് ക്രൈസ്തവ വിശ്വാസം നമ്മെ നയിക്കേണ്ടത് കൂടുതൽ തെളിച്ചത്തിലേക്കാണ്. ആ തെളിച്ചം നിരന്തരമായി വചനം ധ്യാനിക്കുന്നതിലൂടെ, അപ്പോസ്തല പ്രബോധനങ്ങൾ വായിക്കുന്നതിലൂടെ, സഭയുടെ പഠനങ്ങൾ വായിക്കുന്നതിലൂടെ ഒക്കെ നമുക്കുണ്ടാകും. ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിൽ നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നെ ഒന്ന് അഴിച്ചു പണിയാൻ, എൻ്റെ പഴയ ചിന്തകളിൽ നിന്ന് എന്നെ ഒന്ന് അഴിച്ചു പണിയാൻ, എവിടെയെങ്കിലും കെട്ടപ്പെട്ടു പോകാതെ കൂടുതൽ തുറസായി ക്രിസ്തുവിലേക്ക് പറന്നുയരാനുള്ള ഒരു ബലം എനിക്ക് നൽകണമേ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ശുലറ്റം പ്രിയപ്പെട്ടവരെ, ഈ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായിട്ടാണ് ഇവയൊക്കെ പറഞ്ഞത്. ഇത് കേവലമായി ഏതെങ്കിലും ഒരു ചോദ്യത്തെ കേന്ദ്രീകരിച്ച് പറയാൻ കഴിയാത്തത് ചോദ്യങ്ങളുടെ ബാഹുല്യം കൊണ്ടാണ്. പലർക്കും അസ്വസ്ഥതയുണ്ട്, അവർ ചോദിച്ചിട്ട് ഉത്തരം പറയുന്നില്ല. ചോദ്യം നിസ്സാരമായിട്ട് ഒറ്റ വാക്കായിരിക്കും. അതിന് ഉത്തരം പറയണമെങ്കിൽ അരമണിക്കൂർ സംസാരിക്കണം. സമയം വളരെയധികം കണിശമായി ഭാഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഉത്തരങ്ങൾ വൈകുന്നതിൽ ക്ഷമിക്കണം. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉത്തരങ്ങൾ പറയാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒരു ചോദ്യത്തെ നിഷേധിക്കുന്നില്ല. ചോദ്യം ചെയ്യപ്പെടണം എന്നാണ് അഭിപ്രായം. ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ടോ എന്ന ചോദ്യം, എങ്ങനെ എന്ന ചോദ്യം നിരന്തരം നാം നേരിടുന്ന എല്ലാ സാഹചര്യങ്ങൾക്കകത്തുകൊണ്ടാണ്. നാം അറിയുന്ന എല്ലാ അറിവുകളോടും അത് ചോദിക്കണം. അങ്ങനെ അതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക്, ആന്തരികതയിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. വിമർശബോധത്തോടെ എല്ലാറ്റിനും നേരിടണം. ഞാൻ പറയുന്നതിനും അങ്ങനെ തന്നെ നേരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു വിമർശകരോടും വിരോധമില്ല. വിമർശനങ്ങൾ ഉണ്ടാകട്ടെ, എതിർപ്പുകൾ ഉണ്ടാകട്ടെ, അധിക്ഷേപങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാറ്റിനെയും സ്വീകരിക്കുന്നു. ഈ സന്ദേശങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും കൂടുതൽ സംവാദാത്മകമായ അന്തരീക്ഷം നമുക്കിടയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. വായിക്കുകയും കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുന്നവർക്കും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നവർക്കൊക്കെ നന്ദി പറയുന്നു. കൂടുതൽ പേരിലേക്ക് വചന ശുശ്രൂഷ എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.